വേഗത്തിൽ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുകയും എന്നാൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിശ്ചലമാകുകയും ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് ഈ മുറിയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്, പക്ഷേ അതിന് അനുസൃതമായിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി നടക്കുന്നില്ല. ബോഡി ഫാസ്റ്റ് ആണെങ്കിലും ബ്രെയിൻ സ്ലോ ആകുന്നു. ഇതാണ് ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു വലിയ പ്രശ്നം. വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ സ്ലോ ആവുക മാത്രമല്ല, പല രോഗങ്ങളും കടന്നുകൂടും. ഡയബറ്റീസ് തുടങ്ങി ഹാർട്ടിന്റെ പ്രോബ്ലം, അതിൽ നിന്ന് ക്യാൻസർ പോലുള്ള വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം വാർദ്ധക്യത്തിൽ ഉണ്ടാകും. എന്താണ് ഈ വാർദ്ധക്യം? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശാസ്ത്രലോകം വളരെ വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയാം, നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് മെറ്റബോളിസമാണ്. ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ, വളരെ സങ്കീർണമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ്. ഒരു കോശത്തിൽ ഒരു സെക്കൻഡിൽ അനേക കോടി റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, രാസപ്രവർത്തനങ്ങൾ. അതിലൂടെയാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കെമിക്കൽ പ്രോസസ്സുകൾ, മെറ്റബോളിസം വളരെ അടുക്കും ചിട്ടയുമായിട്ട് നടക്കുന്നു. പിന്നീട് അതിൻ്റെ ആ ഒരു സംഘടിത രീതികളൊക്കെ തെറ്റുകൾ സംഭവിക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടങ്ങും. എങ്ങനെയാണോ ഒരു പാർട്ടിയിൽ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി വന്നിരുന്ന് സംസാരിച്ച് പിന്നീട് അദ്ദേഹം കുറച്ച് ലഹരിക്ക് വിധേയനായിട്ട് കുറച്ച് മദ്യം അകത്താക്കിയിട്ട് അദ്ദേഹം അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയും ചെയ്യുകയും തുടങ്ങുന്നു എന്നതുപോലെ മെറ്റബോളിസം ആദ്യം വളരെ സൽസ്വഭാവിയായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് നടക്കുന്നു. പിന്നീട് അതിൻ്റെ ഒരു കൺട്രോൾ വിട്ടുപോകുന്നു. ആ രീതിയിലാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ മറ്റേതൊരു വസ്തുതയിലും അനുഭവിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. ഏറ്റവും കൂടുതൽ മെറ്റബോളിസം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഊർജത്തിൻ്റെ ആവശ്യകതയുള്ള അവയവം ബ്രെയിനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ ഏതാണ്ട് 20% ബ്രെയിനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ വളരെ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓർഗൻ. അവിടെയാണ് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ, മെറ്റബോളിസത്തിൻ്റെ തകരാറുകളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാകുന്നു. അത് പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങളായിട്ടും മാറിപ്പോകുന്നു. ചിമ്പൻസികളുടെയും മനുഷ്യൻ്റെയും ബ്രെയിനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് പഠനം നടത്തിയപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളിലാണ് നമുക്ക് ഒരുപാട് ഡിസിഷൻ മേക്കിങ്, അതുപോലെ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് തീരുമാനിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് മെറ്റബോളിസം ആദ്യം തകരാറിലാകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രത്യേക കഴിവുകൾ തരുന്ന ബ്രെയിനിന്റെ ഈ ഏരിയകളിലാണ്. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആർജിച്ചിട്ടുള്ള എവല്യൂഷണറി ആയിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണെങ്കിലും ഏജിങ്ങിൽ, വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിനയാകുന്നതും ഈ ബ്രെയിൻ ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ ചിമ്പാൻസികളിൽ ഏജിങ് വളരെ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ അവസാനത്ത് മാത്രമേ ഉണ്ടാകാറുള്ളൂ, വളരെ വൈകിയേ വരാറ്. മനുഷ്യനെ പോലെ വളരെ വേഗത്തിൽ ഏജിങ് നടക്കുന്നില്ല. വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ മെറ്റബോളിസം വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മൈറ്റോകോൺട്രിയ, അതാണ് ഇതിനെല്ലാം ചലിപ്പിക്കുന്നത്. ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെയാണോ ബാറ്ററി നിർണായകം എന്നുള്ളതുപോലെ നമ്മുടെ മനുഷ്യകോശങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അവയവം മൈറ്റോകോൺട്രിയയാണ്. അതാണ് പവർ ഹൗസ്. അവിടെയാണ് നമ്മുടെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. മെറ്റബോളിസം തകരാറിലാകുന്നുണ്ടെങ്കിൽ അത് മൈറ്റോകോൺട്രിയയിൽ തകരാറിനെ സൂചിപ്പിക്കുന്നു. നമ്മളിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൈറ്റോകോൺട്രിയകൾ ഏറ്റവും കൂടുതൽ ഒരു കോശത്തിൽ കാണുന്നത് ബ്രെയിനിന്റെ ന്യൂറോൺസിലാണ്, ന്യൂറോൺ കോശത്തിലാണ്. 20 ലക്ഷത്തോളം മൈറ്റോകോൺട്രിയ നമുക്ക് ഒരു കോശത്തിൽ കാണാൻ സാധിക്കും. മറ്റു കോശങ്ങളിൽ വളരെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിൽ പോലും ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയകളെ കാണാൻ പറ്റുകയുള്ളൂ. സാധാരണ സെല്ലിൽ 100 കണക്കിന് മൈറ്റോകോൺട്രിയകൾ. അപ്പോൾ ബ്രെയിനിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്
മൈറ്റോകോൺട്രിയകളുടെ പ്രശ്നങ്ങൾ വളരെ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് മാറുന്നത്. മൈറ്റോകോൺട്രിയകൾ അത് ഇല്ലാതാകുമ്പോൾ, അതിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ വലിയ ഒരു വിപത്ത് കൂടി സംഭവിക്കുന്നു. മൈറ്റോകോൺട്രിയകൾക്ക് സ്വന്തമായിട്ട് ജീൻസ് ഉണ്ട്, സ്വന്തമായിട്ടുള്ള DNA കോഡുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കോശത്തിലെ DNA അത് ന്യൂക്ലിയസിൽ ആണ് കാണുന്നത്. അതിനെ സുരക്ഷിതമാക്കി വച്ചിരിക്കുന്നതിന് ഒരു മെമ്പറൈൻ കൂടിയാണ്. അങ്ങനെ സെല്ലിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്ത് സുരക്ഷിതമായിട്ട് ഈ DNA-കളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ആ സുരക്ഷ ആരിൽ നിന്നാണ് വേണ്ടത്? വാസ്തവത്തിൽ അത് മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് നമ്മുടെ ന്യൂക്ലിയസിലെ സുരക്ഷ ആവശ്യമായിട്ട് വരുന്നത്. മൈറ്റോകോൺട്രിയകൾ നശിച്ചു പോകുമ്പോൾ അതിന് സ്വന്തമായിട്ടുള്ള DNA അത് സ്പ്രെഡ് ചെയ്യപ്പെടും, നമ്മുടെ കോശത്തിലൂടെ വ്യാപിക്കുന്നു. അത് നമ്മുടെ ന്യൂക്ലിയസിലേക്ക് കടന്നു ചെല്ലാനും, ആ ന്യൂക്ലിയസിൽ കടന്നു ചെന്നാൽ നമ്മുടെ DNA-യുമായിട്ട് അത് അസിമുലേറ്റ് ചെയ്യാനും, അത് യോജിച്ചു പോകാനും ഉള്ള ചാൻസുകളുണ്ട്. വളരെ വിരളമായിട്ടെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പരിണാമത്തിൽ കാണുന്നത് മൈറ്റോകോൺട്രിയയിലെ DNA-യുടെ ഒരു നല്ല ഭാഗവും അങ്ങനെ ന്യൂക്ലിയർ DNA-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ന്യൂക്ലിയസിൽ സ്വാംശീകരിക്കുന്ന ആ ഒരു സമയത്ത് ഇത് വലിയ വിപത്തിലേക്ക് കൊണ്ടു ചെല്ലാൻ സാധ്യതയുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക. അതുമാത്രമല്ല, ഇപ്പോഴുള്ള പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വാർദ്ധക്യത്തിൻ്റെ ആക്കം കൂട്ടാൻ മൈറ്റോകോൺട്രിയയിലെ ജീൻസ് ന്യൂക്ലിയസ് ജീൻസുമായിട്ട് സ്വാംശീകരിക്കുമ്പോൾ ചാൻസ് കൂടുതലാണ്. അങ്ങനെ മൈറ്റോകോൺട്രിയ നമുക്ക് ഊർജം നൽകി നമ്മുടെ ജീവനെ എങ്ങനെ ഊർജ്ജസ്വലമായിട്ട് നിർത്തുന്നുണ്ടെങ്കിലും വാർദ്ധക്യത്തിലേക്ക് നമ്മളെ സ്ലോ ചെയ്യാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കാൻ വേണ്ടി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ ഒരു പോംവഴി. മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്, എക്സസൈസ്. അതിനും അതീതമായിട്ട് ചില ആഹാര രീതികൾ മൈറ്റോകോൺട്രിയയുടെ ഹെൽത്ത് നിലനിർത്തുന്നതിന് സഹായിക്കും. അതിനോടൊപ്പം തന്നെ ആഹാരത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിട്ടു നിൽക്കുക, വ്രതം അല്ലെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിന് തകരാറായിട്ടുള്ള കോശങ്ങളെയും അല്ലെങ്കിൽ കോശങ്ങളുടെ ഭാഗങ്ങളെയും ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നുണ്ട്. ആ സെല്ലുകളെ, തകരാറിലായിരിക്കുന്ന സെല്ലുകൾ, മൈറ്റോകോൺട്രിയ തുടങ്ങിയ കാര്യങ്ങളെ നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു പ്രക്രിയ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നടക്കുന്നു. അതിനോടൊപ്പം സ്പെർമിഡൈൻ എന്ന് പറയുന്ന ചില കെമിക്കൽസ്, നാച്ചുറലി ഒക്കറിങ് കെമിക്കൽസ് ഈ ഒരു പ്രോസസ്സിന് ആക്കം കൂട്ടുന്നുണ്ട് എന്നും അടുത്ത കാലത്ത് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൈറ്റോകോൺട്രിയലിൻ്റെ ഹെൽത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ജീവിതം, ഫിസിക്കൽ ആക്ടിവിറ്റിയോടുകൂടിയുള്ള ജീവിതം നയിക്കുക, വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഫുഡ് ഭക്ഷണം കഴിക്കുക, വല്ലപ്പോഴും ഫാസ്റ്റ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ ഹെൽത്ത് വലിയ ഒരു കാലത്തോളം നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആളുകൾ 100 വയസ്സിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നത് സാധാരണമാണ്. അത്തരം സ്ഥലങ്ങളെ അവർ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്ന 100-ൽ കൂടുതൽ ഒക്കെ വരുന്ന സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങൾ സാർഡീനിയ പോലുള്ള പ്രദേശങ്ങളിലാണ് ബ്ലൂ സോൺസ് ആയിട്ട് ഇറ്റലിയിൽ രൂപപ്പെടുത്തിയത്. അവിടെ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ എന്തുകൊണ്ടാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും കണ്ടെത്തുന്നത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ജീവിതം, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒരു നാച്ചുറൽ, ഏതെങ്കിലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിനുപരിയായിട്ട് അവരുടെ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അവർ റെസ്റ്റോറൻറ്റിൽ പോയി അല്ല ആഹാരം കഴിക്കുന്നത്, കൂടുതലും ഫ്രഷായിട്ട് ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇതുകൂടാതെ അവർക്ക് അവരുടെ ഒരു ചിന്ത, ഒരു സോഷ്യൽ കണക്ടിവിറ്റി വളരെ അധികമാണ്. ഐസൊലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഫാസ്റ്റ് ജീവിതമല്ല, സ്ലോ ആയിട്ട് ആളുകളെ കണ്ട് സംസാരിച്ച് കുശലം പറഞ്ഞ് പോകുന്ന ഒരു കാര്യം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ആധുനിക ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും സാധ്യമല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ പല മരുന്ന് കമ്പനികളും ഇത് ഒരു മെഡിസിനായിട്ട് നമുക്കെങ്ങനെ
നമ്മളിലേക്ക് എത്തിക്കാം. നമ്മുടെ ഏജിങ്ങിനെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ, ഏജിങ്ങിനെ സ്ലോ ചെയ്യാൻ വേണ്ടി മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ റിസർച്ച് വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ആ റിസർച്ച് ചില പുതിയ ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും എത്തിയിട്ടില്ലെങ്കിലും ആനിമൽസിൽ അത് ടെസ്റ്റ് ചെയ്യുന്നു. 25 മുതൽ 30% വരെ മനുഷ്യരുടെ ജീവദൈർഘ്യം കൂട്ടാം എന്നുള്ള സൂചനകൾ നൽകുന്ന ഡ്രഗ്സുകൾ ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രഗ്സുകൾ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അത് ഹ്യൂമൻ ട്രയൽസിൽ പോലും എത്തിയിട്ടില്ല. എന്നാലും നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഭക്ഷണ രീതി, എക്സസൈസ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നിവ കൊണ്ട് മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് നിലനിർത്താനും അതിലൂടെ ഏജിങ്, വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രോഗ്രഷനെ തടയിടാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ആ രീതിയിൽ നമ്മൾ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തിയാൽ മരുന്നുകൾ ഇല്ലാതെ തന്നെ ഏജിങ് എന്നുള്ള ഒരു വലിയ വിപത്തിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം.